വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സബ് ഇൻസ്പെക്ടർ നഹാസും ബാക്കി കോൺസ്റ്റബിൾസ്മാരും എല്ലാവരും കൂടി കയറുമ്പോൾ ശാന്തയാണെങ്കിൽ ആ ചെമ്പിനകത്തേക്ക് കുട്ടിയെ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം അനങ്ങാതെ ഇരിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം നഹാസി പിന്നെ ശാന്തയുടെ വെപ്രാളമൊക്കെ കണ്ടിട്ട് എന്താടി നിന്ന് പരുങ്ങുന്നത്, കൊച്ചിനകത്തെങ്ങാനും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇവിടെ ആര് വരാനാണ്, കൊച്ചെങ്ങനെ വരാനാണ്, ഇത് ഉച്ചയ്ക്ക് വിളമ്പാനുള്ള ചോറും കറിയും ഒക്കെയാണ്, വേണമെങ്കിൽ സാറിന് പരിശോധിക്കാമെന്ന് പറയുകയാണ്. പിന്നെ പരിശോധിക്കാൻ തന്നെയാണ് പോകുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഈ നഹാസ് ആണെങ്കിൽ ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം ശാന്തയ്ക്കാണെങ്കിൽ ആകെ അങ്ങ് വെപ്രാളമാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുമ്പോൾ നീ എന്താടി തിരുവാതിര കളിച്ചിട്ടുണ്ടോ എന്ന് വീണ്ടും ESI ചോദിക്കുകയാണ്. അന്നേരം ഞങ്ങളെയൊക്കെ ആര് പഠിപ്പിക്കാനാണ് സാറേ, കുറച്ച് മാർഗ്ഗങ്ങളെ അറിയാമെന്ന് പറയുകയാണ്. അന്നേരം ആ മാർഗ്ഗം നീ എന്നോട് കാണിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഒരു പാത്രത്തിലിരിക്കുന്ന സാമ്പാർ എന്തോ കറി എടുത്ത് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അന്നേരം ഉപ്പ് പിടിച്ചിട്ടുണ്ടോ സാറേ, എന്തപ്പോൾ അങ്ങോട്ട് ഇറക്കി വെച്ചതാണ്, ഇച്ചിരി നേരം കൂടി ഇരിക്കണം എന്നാലേ പിടിക്കത്തുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം കുഴപ്പമില്ല എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ടും അവിടെ എവിടെയൊക്കെ നോക്കുകയാണ്. അന്നേരം ശാന്തയാണെങ്കിൽ മനസ്സിൽ കരുതുന്നുണ്ട്, മോളെ ഇറങ്ങി വരല്ലേ, കാലം മുൻപിൽ തന്നെ നിൽക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ കരുതുന്നുണ്ട്. തുടർന്ന് അവിടെയൊക്കെ നോക്കിയ ശേഷം എവിടെയെങ്കിലും ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിച്ചിട്ട് അപ്പോൾ ശാന്ത ഇല്ല എന്ന് പറയുകയാണ്. തുടർന്ന് അവരങ്ങ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരമാണ് ശാന്തയ്ക്ക് ആകെ ഒരു മനസ്സമാധാനം ആകുന്നത്. തുടർന്ന് അവരങ്ങ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താടോ കണ്ടു കിട്ടിയോന്ന് ചോദിക്കുകയാണ്. അന്നേരം അവിടെ എങ്ങും കൊച്ചില്ല എന്നിങ്ങനെ നഹാസും ബാക്കിയുള്ള എല്ലാവരും കൂടി പറയുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ്, അപ്പോൾ എങ്ങനെയാണ് ചന്ദ്രബോസെ ശാലിനിയെ കൊണ്ടുപോകുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് വിഷ്ണു എന്നും പറഞ്ഞ് മയത്തിൽ ചന്ദ്രബോസ് സംസാരിക്കാൻ തുടങ്ങുകയാണ്. അന്നേരം മിസ്റ്റർ ACP എന്നിങ്ങനെ ശാലിനി വിളിക്കുമ്പോൾ മാഡം എന്നും പറഞ്ഞിട്ട് ശാലിനിയുടെ അടുത്തേക്ക് ചന്ദ്രബോസ് ചെല്ലുന്നുണ്ട്. അന്നേരം നന്ദിയുണ്ട്, ഇത്രയും നേരം താങ്കൾ എന്തായാലും ജോലിയോട് കാണിച്ച ആ കൂറിന് എന്തായാലും നന്ദിയുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ അത് മാഡം കമ്മീഷൻ ഓഫീസിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ പ്രഷർ കളക്ടറോടും കളക്ടറുടെ വീട്ടുകാരോടും ചെലുത്തണമെന്നുണ്ടായിരുന്നോ, അതോ ഇനി സത്യാമ്മ വല്ല കൈമടക്കം തന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് എന്നും പറഞ്ഞിങ്ങനെ തിരിച്ച് ചന്ദ്രബോസ് ചൂടാവാൻ തുടങ്ങുമ്പോൾ മിണ്ടിപ്പോകരുതെന്നും പറഞ്ഞ് ശാലിനി അങ്ങോട്ട് കൈ ചൂണ്ടുകയാണ്. ഇപ്പോൾ പന്ത് എൻ്റെ കോർട്ടിലാണ്, ഞാൻ പറയുന്നത് മുഴുവൻ മിണ്ടാതെ നിന്ന് തലകുനിച്ച് നിന്ന് കേൾക്കേണ്ട ബാധ്യത തനിക്കുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഒരക്ഷരം മിണ്ടാതെ ചന്ദ്രബോസ് നിൽക്കുകയാണ്. അന്നേരം സത്യാമ്മ പക്ഷേ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല. ഇവൾ എൻ്റെ കൊച്ചിനെ ഇവിടെ നിന്ന് നാട് കടത്തി കാണും, എന്തായാലും ഇവിടെ പോലീസ് അന്വേഷിച്ച് വരുമെന്ന് ഇവൾക്ക് അറിയാമല്ലോ, അപ്പോൾ ഈ വീട്ടിൽ എന്തായാലും ഇവൾ നിർത്തില്ല, അതിന് മടിക്കത്തില്ല ഇവൾ. ഇനിയിപ്പോൾ എൻ്റെ മകൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടി എൻ്റെ പപ്പിമോളെ ഇവളെന്തെങ്കിലും ചെയ്ത് കാണുമോ എന്നൊക്കെ ഇങ്ങ് സംശയം പറയുമ്പോൾ പിന്നെ ശാലിനി അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അന്നേരം ശാലിനി ആകെ കടിച്ചു പിടിക്കുകയാണ് ആദ്യമൊക്കെ. വീണ്ടും വീണ്ടും സത്യാമ്മ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ സത്യാമ്മ ദൈവദോഷം പറയരുത്, അവൾ എൻ്റെയും കൂടി മോളാണ്, ഈ വീട്ടിലെ കുട്ടിയാണ്, അവളെ അന്വേഷിക്കേണ്ട ബാധ്യത എനിക്ക് കൂടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോഴും സത്യഭാമ പറയുന്നുണ്ട്, ഇവളെ അങ്ങോട്ട് സെല്ലിലേക്ക് കൊണ്ടുപോയിട്ട് വനിതാ കോൺസ്റ്റബിൾമാർ അങ്ങോട്ട് കയറി മേഞ്ഞാൽ തത്ത പറയും പോലെ ഇവൾ പറയും എന്നൊക്കെ അങ്ങ് ആകെ പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോഴാണ് ശാലിനി തിരിച്ച് സംസാരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, വിഷ്ണുവോട് പറയുന്നുണ്ട്, വിഷ്ണുവേട്ടാ ഒന്നുകിൽ സത്യമേ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മറ്റെവിടെയെങ്കിലും പപ്പിമോളെ പോയി അന്വേഷിക്കുക, ഓരോ നിമിഷവും നമ്മൾ പാഴാക്കുന്ന ഓരോ നിമിഷവും അത് അപകടം കൂടി കൂടി വരികയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു പറയുകയാണ്, വാ അമ്മ നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ വിടടാന്ന് വിഷ്ണു സത്യാമ്മയുടെ കൈ പിടിച്ച് വരികയാണ്. അന്നേരം വിടടാന്ന് പറയുകയാണ്. അമ്മയ്ക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, ഇവിടെ ഇല്ലെന്ന് മനസ്സിലായില്ല, വെറുതെ ശാലിനിയെ സംശയിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടത്തേക്ക് അടുത്തേക്ക് കാറിനടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഈ സമയത്ത് ചന്ദ്രബോസും അങ്ങ് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഗോപാലകൃഷ്ണൻ വിളിക്കുകയാണ്, അല്ല സാറിൻ്റെ വെപ്രാളവും പരവേശവും ഒക്കെ കണ്ടപ്പോൾ കൊച്ചിനെ ഇപ്പം തന്നെ കണ്ടുപിടിക്കുമെന്നാണ് കരുതിയത്, ഇനിയിപ്പോൾ നമ്മുടെ കൊച്ചിനെ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം, സാറ് മെനക്കെടണമെന്നില്ല എന്നിങ്ങനെ പറഞ്ഞേക്കുകയാണ്. അന്നേരം വിഷ്ണു സത്യഭാമയെ അങ്ങോട്ട് പോകാനും തുടങ്ങുമ്പോൾ സാറെന്ന് വിളിച്ചുകൊണ്ട് സുനിത ഈ വീട്ടിനകത്തുനിന്നാണ് ഇറങ്ങി വരുന്നത്. അന്നേരം സാർ ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എല്ലാവരും ഇങ്ങനെ അവിടേക്ക് ശ്രദ്ധിക്കുകയാണ്. ഇതേസമയം ശാന്തയാണെങ്കിൽ ആ കുട്ടി ഇങ്ങനെ അടപ്പ് തുറന്ന് നോക്കിയിട്ട് മോൾ ഇവിടെ തന്നെ ഇരുന്നോളണം കേട്ടോ, പിന്നെ ശാലിനി കുഞ്ഞിനെ മോളുടെ വീട്ടുകാരെല്ലാം കൂടി ചേർന്ന് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി സാഹസമൊന്നും കാണിക്കില്ല, എല്ലാവരും പോയിട്ട് ഇറങ്ങി വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ശാന്തയെ അങ്ങോട്ടത്തേക്കങ്ങ് മാറുകയാണ്. അന്നേരം ഈ ബാഗ് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ സുനിത കൊണ്ടുവരുമ്പോൾ വിഷ്ണു നോക്കുന്നുണ്ട്. അന്നേരം പപ്പിയുടെ ബാഗ് എന്നിങ്ങനെ വിഷ്ണു പതിയെ പറയുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം ആ ബാഗ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സത്യ പെട്ടെന്ന് വിളിച്ച് പറയുകയാണ്, അങ്കിൾ അത് എൻ്റെ ബാഗാണ് എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട്, ആഹാ മോളുടെ ബാഗായിരുന്നു എന്നും പറഞ്ഞിട്ട് ആ ബാഗ് ഇങ്ങനെ സത്യയുടെ അടുത്തേക്ക് കൊണ്ട് ചെല്ലുകയാണ്. എന്നിട്ട് മോളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ സത്യ എന്ന് പറയുന്നുണ്ട്. ആഹാ നല്ല പേരാണല്ലോ, എന്നാ ബാഗ് ഇവർക്ക് വെറുതെ അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞിട്ട് ബാഗ് അങ്ങോട്ട് തിരികെ ഏൽപ്പിക്കുകയാണ്. പക്ഷെ അന്നേരം ശാലിനി വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, വിഷ്ണു ശാലിനിയെ ശ്രദ്ധിക്കുകയാണ്, ഗോപാലകൃഷ്ണനും ശാരദാമ്മയും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം സത്യഭാമ ഓടി ചെന്നിട്ട് ആ ബാഗ് ഒന്ന് നോക്കട്ടെ, കാട്ടട്ടെ എന്ന് കാണിക്കുക എന്ന് പറയുകയാണ്. തുടർന്ന് പോലീസിൻ്റെ കയ്യിൽ നിന്ന് ചന്ദ്രബോസിൻ്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി പരിശോധിക്കുമ്പോൾ ഇത് പപ്പിമോളുടെ ബാഗാണ്, വിഷ്ണു ദേ നോക്കിക്കേ എന്ന് പറയുമ്പോൾ
വിഷ്ണു നോക്കുന്നില്ല. വിഷ്ണുവിന് ശാലിനിയുടെ മേലിൽ കുറ്റം ആരോപിക്കാനും വയ്യ. പക്ഷേ സംഭവം എന്താണെന്നും വിഷ്ണുവിന് മനസ്സിലാകുന്നില്ലല്ലോ. അന്നേരം ശാലിനി ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അന്നേരം അത് വാങ്ങിച്ച് പരിശോധിക്കണമെന്ന് പറയുമ്പോൾ നഹാസ് സത്യഭാമയുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങിയിട്ട് അതിലെ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ പത്മിനി എന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം സത്യഭാമ പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ കൊച്ചിവിടെ തന്നെയുണ്ട്, അവളെ അങ്ങോട്ട് ചോദ്യം ചെയ്യുക, അവളിപ്പോൾ പറയും കൊച്ചിവിടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശാരദ ഈ ബാഗ് എങ്ങനെ ഇവിടെ വന്നു എന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്. അന്നേരം അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത് എന്നിങ്ങനെ ശാരദാമ്മയും പറയുന്നുണ്ട്. അന്നേരം ചന്ദ്രബോസിന് അങ്ങോട്ട് ദേഷ്യം വരികയാണ്. ചന്ദ്രബോസ് അങ്ങോട്ട് ഗോപാലകൃഷ്ണൻ്റെ ഷർട്ടിൻ്റെ കോളറിന് കുത്തിപ്പിടിക്കുന്നുണ്ട്. അതാണോ ഞാനും ചോദിച്ചത്, കൊച്ചിനെ താൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തില്ല, ഞാൻ കൊച്ചിൻ്റെ മുത്തശ്ശനാണ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഇടുക്കിയിൽ ഒരു കൊച്ചിനെ കൊന്ന് വെള്ളത്തിൽ താഴ്ത്തിയത് കൊച്ചിൻ്റെ അച്ഛനാണ്, അപ്പോൾ താൻ മുത്തശ്ശനല്ലേ, താൻ അതും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പിടിച്ച് കയറ്റിടുമെന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണനെ അങ്ങോട്ട് പിടിച്ച് തള്ളുമ്പോൾ നഹാസ് അങ്ങ് പിടിക്കുന്നുണ്ട്. അന്നേരം മോളെ എന്താ ഇതൊക്കെ എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ ഈ നടപടിയുടെ ഭാഗമാണ്, അതിനൊക്കെ നിങ്ങൾ സഹകരിച്ചേ മതിയാവൂ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് വീണ്ടും സത്യഭാമ അങ്ങ് പറയുകയാണ്, അവളോട് ചോദിക്കുക, കുഞ്ഞെവിടെയെന്ന് ചോദിക്കുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശാലിനി ആകെ അങ്ങ് കൺഫ്യൂഷൻ നിൽക്കുകയാണ്. വിഷ്ണു ശാലിനിയെ തന്നെ ദയനീയമായിട്ട് നോക്കുന്നുണ്ട്. തുടർന്ന് മാഡം തെളിവുകളെല്ലാം മാഡത്തിനെതിരാണ്, വിശദമായിട്ട് ചോദ്യം ചെയ്യാനായിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം, മാഡം സഹകരിക്കണം എന്ന് പറയുകയാണ്. അന്നേരം ചന്ദ്രബോസിനോട് പിന്നെ ശാലിനി പറയുന്നുണ്ട്, പപ്പി മിസ്സിങ് ആയതിലും ഈ ബാഗ് ഇവിടെ നിന്ന് കണ്ടു കിട്ടിയതിലും ഞങ്ങൾക്ക് യാതൊരു മനസ്സറിവും ഇല്ല എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് അങ്ങ് ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നേരത്തെ എന്നെ പരിഹസിക്കാനായിട്ട് നിന്നതല്ലേ, ഇപ്പോൾ ദൈവം എന്നൊരാൾ ഉണ്ടെന്ന്, അധികം ദൈവവിശ്വാസിയൊന്നും അല്ല ഞാൻ, പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരാളുണ്ട് എന്ന് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഇത്ര വേഗം പന്ത് എൻ്റെ കോർട്ടിലേക്ക് വരില്ലല്ലോ, ഡിസ്ട്രിക്ട് കളക്ടർ ആയാലും കുറ്റം ചെയ്താൽ ചോദ്യം ചെയ്തേ മതിയാവും, മാഡം സഹകരിക്കണം എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് പിടിച്ചു കയറ്റണമെന്നിങ്ങനെ സുനിതയോട് പറയുകയാണ് കോൺസ്റ്റബിൾ. അങ്ങനെ മാഡം എന്നും പറഞ്ഞ് സുനിത ഇങ്ങനെ ഒന്ന് പിടിക്കുമ്പോൾ സത്യഭാമയെ തന്നെ വിഷ്ണുവിനെ ശാലിനി ഇങ്ങനെ നോക്കുകയാണ്. വിഷ്ണു ആകെ ഇങ്ങനെ ടെൻഷനിൽ നിൽക്കുന്നുണ്ട്. അന്നേരം ഭാമ സന്തോഷിക്കുകയാണ്, ഈ ഒരു കാഴ്ച കാണാനായിട്ട് എന്നെ സാധിപ്പിച്ചതിന് സർവേശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നിൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ സത്യഭാമ മനസ്സിൽ കരുതിയിട്ട് ശാലിനിയെ നോക്കി ഇങ്ങ് ചിരിച്ച് നിൽക്കുകയാണ്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ മോളെ എന്നൊക്കെ വിളിക്കുമ്പോൾ അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ അമ്മയെന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് നഹാസ് പറയുന്നുണ്ട്, സാർ ഡിസ്ട്രിക്ട് കളക്ടറാണ്, അവർക്ക് അവരുടെ വണ്ടിയിൽ വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, റൂളുണ്ട്, റൈറ്റ്സ് ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കടോ, വിലങ്ങ് അണിയിക്കാത്തത് തന്നെ എൻ്റെ ഒരു ഔദാര്യമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി ഇങ്ങനെ വണ്ടിയിലേക്ക് കയറാനായിട്ട് സുനിത ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ സത്യയുടെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് കുടുംബശ്രീ ഹോട്ടലിനകത്ത് നിന്നും പപ്പി അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ഓടി ഇറങ്ങി വരുന്ന പപ്പിയാണെങ്കിൽ ശാലിനിയെ പോയങ്ങ് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അന്നേരം ശാലിനി അങ്ങോട്ട് താഴെ ആ കുഞ്ഞിൻ്റെ ലെവലിലേക്ക് ഇരുന്നിട്ട് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് നെറ്റിയിലും കവിളത്തും ഒക്കെ ഇങ്ങ് ഉമ്മ കൊടുക്കുകയാണ്. അന്നേരം അത് സത്യഭാമയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല, പക്ഷേ വിഷ്ണുവിന് ആകെ സന്തോഷമാവുകയാണ്, കുട്ടിയെ കണ്ട് കിട്ടിയല്ലോ. ശാരദാമ്മയും ഗോപാലകൃഷ്ണനും എല്ലാവരും അങ്ങ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം മോൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അന്നേരം സത്യയുടെ അമ്മ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, നിങ്ങൾ ആരും അറിയാതെ ഞാനിവിടെ ഉണ്ടായിരുന്നു, സത്യയ്ക്ക് മാത്രമേ അത് അറിയുമായിരുന്നുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം സത്യഭാമയും വിഷ്ണു ഒക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം വിഷ്ണു കുട്ടിയെ പിടിച്ചിട്ട് പപ്പി മോൾ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്, വിഷ്ണുവച്ചൻ്റെ കല്യാണം മുടങ്ങാൻ വേണ്ടിയിട്ട്, ആ കല്യാണം മുടങ്ങിയാൽ പിന്നെ വിഷ്ണുവച്ചൻ സത്യയുടെ അമ്മയെ കല്യാണം കഴിക്കുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പക്ഷേ സത്യ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, അത്ര വലുതായിട്ട് ഈ കുട്ടി ഇതങ്ങോട്ട് പപ്പി പറയുന്നത് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. അന്നേരം പിന്നെ ചന്ദ്രബോസ് നോക്കിക്കൊണ്ട് നിൽക്കുക. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, അപ്പോൾ മോളിത് പറഞ്ഞതൊക്കെ അങ്ങോട്ട് ഇവരോടും കൂടി പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ സത്യയുടെ അമ്മയെ പോലീസ് കൊണ്ടുപോകുമെന്ന് പറയുകയാണ്. തുടർന്ന് ഈ കുട്ടി അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ചന്ദ്രബോസിനെ നോക്കി ഇങ്ങനെ തൊഴുതാണ് പറയുന്നത്, സാറേ സത്യയുടെ അമ്മ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഞാൻ വീട്ടിൽ നിന്ന് സ്വയമായിട്ട് ഇറങ്ങി വന്നതാണ്, സത്യയുടെ മുറിയിലാണ് ഞാൻ താമസിച്ചത്, കല്യാണം മുടങ്ങാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചല്ല എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രബോസ് ആകാംക്ഷമായിട്ട് നിൽക്കുകയാണ്, ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. പക്ഷേ സത്യഭാമ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അന്നേരം ഒരു നല്ല കാര്യത്തിനായതുകൊണ്ടാണ് ഞാൻ പപ്പിയെ സപ്പോർട്ട് ചെയ്തതെന്ന് സത്യയോടെ സമ്മതിക്കുകയാണ്. അന്നേരം ശാരദാമ്മയും ഗോപാലകൃഷ്ണനും വിഷ്ണുവൊക്കെ ദയനീയമായി കുഞ്ഞിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അന്നേരം സത്യഭാമ പറയുകയാണ്, ഇവളെ എങ്ങോട്ട് അറസ്റ്റ് ചെയ്യണം, ഇവളുടെ വീട്ടിൽ നിന്നല്ലേ കുട്ടിയെ കണ്ടെത്തിയത്, ഇവളെ കൊണ്ടുപോകുക തന്നെ വേണം എന്നൊക്കെ വീണ്ടും സത്യഭാമ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അമ്മേ മതി നിർത്ത്, ഇവർക്ക് യാതൊരു മനസ്സറിവും ഇല്ല എന്ന് പറഞ്ഞത് കേട്ടില്ലേ എന്ന് പറഞ്ഞിട്ടും വിഷ്ണു അങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോൾ ഭാമ അടങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷേ പിന്നീടും ചന്ദ്രബോസിനോട് അങ്ങോട്ട് ശാലിനിയെ അറസ്റ്റ് ചെയ്യാനും കൊണ്ടുപോകാനും ഒക്കെ പറയുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, മിസ്റ്റർ ACP എന്ന് വിളിച്ചിട്ട് ചന്ദ്രബോസ് എന്ന് വിളിച്ചിട്ട് തന്നെ ചോദിക്കുകയാണ്, പ്രോട്ടോക്കോളും റൂളും ഒക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എൻ്റെ
ഫോണിൽ നിന്ന് ഒരൊറ്റ കോള് മതി എന്നിങ്ങനെ പറയുമ്പോൾ ആകെ അങ്ങ് നാണം കെടുകയാണ് ചന്ദ്രബോസ്. അന്നേരം നഹാസ് പറയുന്നുണ്ട്, സാറേ ഇനി ഇവിടെ നിന്നാൽ പുലിവാലാവും, കൊച്ചുങ്ങൾ ചില്ലറക്കാരല്ല, അവർ ഏത് കോടതിയിൽ വന്നും സാറിന് നേരെ മൊഴി നൽകും എന്നിങ്ങനെ പറയുമ്പോൾ നമുക്ക് പോവാമെന്ന് പറയുകയാണ്. അന്നേരം അവരവിടെ നിന്നങ്ങ് ആ ബാഗും അവിടെ വണ്ടിയുടെ മുകളിലേക്ക് വെച്ചിട്ട് പപ്പിയുടെ ബാഗ് അവിടെ വെച്ചിട്ട് അവരങ്ങ് അവിടെ നിന്ന് പിൻവാങ്ങുന്നുണ്ട്. അന്നേരം സത്യഭാമയാണെങ്കിൽ ആകെ അങ്ങ് ദേഷ്യവും കടിച്ചു പിടിച്ച് മാനം കെട്ട് നിൽക്കുകയാണ്. അവിടെ കളക്ടർക്കാണ് പവർ കൂടുതൽ എന്നവിടെ തെളിയിക്കുന്നുണ്ട്. സത്യഭാമ പറയുന്നത് ആരും അനുസരിക്കുക ഒന്നും ചെയ്യുന്നില്ല. ഭാമ അവിടെ മാനം കെടുകയാണ് ചെയ്യുന്നത്. ശാലിനിയുടെ ആ ഒരു പൊസിഷനും വിലയും ഒക്കെ സത്യഭാമ അവിടെ നേരിട്ട് കാണുന്നുണ്ട്. ചന്ദ്രബോസ് സല്യൂട്ട് അടിച്ച് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ സത്യഭാമയ്ക്ക് ആകെ അങ്ങ് ദേഷ്യം തന്നെയാണ്. പക്ഷേ ഈ കുട്ടി പറയുന്നത് കേൾക്കുമ്പോൾ വിഷ്ണു അങ്ങ് ശാലിനിയെ തന്നെ നോക്കുന്നുണ്ട്. കല്യാണം മുടങ്ങാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ ആ സത്യയുടെ റിയാക്ഷനും കാര്യങ്ങളൊന്നും അവിടെ കാണിക്കുന്നില്ല. തുടർന്ന് ശാലിനിയാണെങ്കിൽ സത്യഭാമയോട് പറയുന്നുണ്ട്, സത്യാമ്മേ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടാണ് എൻ്റെ അമ്മ എന്നും രാവിലെ ഉറക്കം എണീക്കുന്നത്. ആ ഒരു ചിന്ത തന്നെയാണ് ഞങ്ങൾ 3 മക്കളെയും പഠിപ്പിച്ചിരിക്കുന്നത്. സ്വയം ഉരുകി തീർന്നാലും മറ്റുള്ളവർക്ക് വെളിച്ചമാവുകയുള്ളൂ, അതിപ്പോൾ സ്വന്തം ജീവൻ പോയാലും എന്നിങ്ങനെ പറയുമ്പോൾ ഭാമയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ഭാമയ്ക്ക് കലി ആകെ കയറി നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, വിളിച്ചുകൊണ്ട് പൊയ്ക്കോളൂ, പപ്പി മോളെ വിളിച്ചുകൊണ്ട് പൊയ്ക്കോളൂ എന്ന് പറയുകയാണ്. അന്നേരം സത്യഭാമ ദേഷ്യത്തോടെ കുട്ടിയെ നോക്കുന്നുണ്ട്. അന്നേരം എന്ത് കാണാൻ നിൽക്കുവാടി, വാടി ഇങ്ങോട്ടെന്ന് പറയും. കാറിലോട്ട് കയറടി എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഞാൻ വരില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. വിഷ്ണു അച്ഛൻ്റെയും കാർത്തികാൻ്റെയും വിവാഹം നടക്കില്ല എന്ന് വാക്ക് തന്നാലേ ഞാൻ കയറുകയുള്ളൂ എന്ന് പറയുമ്പോൾ നീ അത്രയ്ക്കായോ എന്നും പറഞ്ഞിട്ട് ആകെ കൊച്ചിനെ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം അമ്മയെ വേണ്ട എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ പിന്നെ ഇവളെ ഇവിടെ നിർത്തിയിട്ട് പോകാനോ, അതൊന്നും പറ്റില്ല, ഇവളെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ ബലമായിട്ട് വലിച്ചുകൊണ്ട് പോയി കാറിൻ്റെ ബാക്ക് സീറ്റിലേയും കയറ്റുന്നുണ്ട്. അന്നേരം വേണ്ട വിടുന്നൊക്കെ വിഷ്ണു അച്ഛന്നൊക്കെ കുട്ടിയിടന്ന് വിളിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ആകെ അങ്ങ് ടെൻഷനായിട്ട് നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ ശാലിനിയെ തന്നെ നോക്കുന്നുണ്ട്. ശാലിനി വിഷ്ണുവിനെ നോക്കുകയാണ്. അന്നേരം ബാക്ക് ഡോർ അടയ്ക്കുന്ന ഭാമ ഇത് ശ്രദ്ധിക്കുകയാണ്. അന്നേരം വിഷ്ണു വരുന്നുണ്ടോ കയറുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണു ശാലിനിയെ ഇങ്ങനെ നോക്കിയിട്ട് ആ പപ്പിമോളുടെ ബാഗും എടുത്തുകൊണ്ട് വണ്ടിയെടുത്ത് വിഷ്ണുവും ഭാമയും പപ്പിയും കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട്. തുടർന്ന് സത്യയാണെങ്കിൽ അങ്ങ് ഒന്നും മിണ്ടാതെ അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. അന്നേരം ഉമ്മറത്തെത്തുമ്പോൾ സത്യ എന്നിങ്ങനെ ശാലിനി ദേഷ്യത്തോടെ വിളിക്കുകയാണ്. അവിടെ നിന്നേന്ന് പറയുമ്പോൾ സത്യ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ആകെ പേടിച്ചാണ് ഈ കുട്ടി നിൽക്കുന്നത്. അന്നേരം എന്ത് വാടിയെ കാണിച്ച് വെച്ചേക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മോളെ ഇനി ചോദ്യം പറച്ചിലും ഒന്നും വേണ്ട, പോലീസുകാരും ആൾക്കാരും ബഹളമൊക്കെ കണ്ട് കുഞ്ഞാകെ പേടിച്ച് നിൽക്കുകയാണ് എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്. പിന്നാലെ ശാരദാമ്മയും ശാന്തയും ഒക്കെ നിൽക്കുന്നുണ്ട്. അന്നേരം അച്ഛൻ അങ്ങോട്ട് മാറി നിൽക്കാനാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ശാരദാമ്മയും വേണ്ട മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛനും അമ്മയും കൂടി ലാളിച്ചാണ് ഇവളെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. അങ്ങോട്ട് മാറി നിന്ന് പറയുമ്പോൾ കുട്ടി ഇങ്ങനെ പേടിച്ച് അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. തുടർന്ന് നിന്നെ ഞാൻ എന്താണ് പറഞ്ഞ് പഠിപ്പിച്ചത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആദ്യമൊന്നും മിണ്ടുന്നില്ല. ഒന്നുകൂടി ചോദിക്കുമ്പോൾ തല പോയാലും നുണ പറയരുതെന്ന് പറഞ്ഞിട്ട് തല താഴ്ത്തി അങ്ങ് നിൽക്കുകയാണ്. അന്നേരം ശാരദാമ്മ വീണ്ടും വേണ്ട മോളെ എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇത് കണ്ടതല്ലേ, കുഞ്ഞായാലും തെറ്റ് ചെയ്താൽ തിരുത്തുക തന്നെ വേണം. ഇത് എൻ്റെ മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടവരുടെ മുമ്പിൽ എൻ്റെ തല കുനിച്ചാണ് ഞാൻ നിന്നത്. അതിപ്പോൾ ആര് കാരണമാണ്, ഇവള് കാരണമല്ലേ തോന്നിയാസം മുഴുവൻ കാണിച്ച് വച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് ശാലിനി ആകെ എങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോൾ അവൾ കുട്ടിയല്ലേ കുഞ്ഞല്ലേ എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം കുഞ്ഞായാലും വലുതായാലും തെറ്റ് തിരുത്തുക തന്നെ വേണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞ് ശാലിനി ആകെ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അന്നേരം സത്യ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ഗോപാലകൃഷ്ണനും ശാരദാമ്മയും ശാന്തയും ഒക്കെ ഒന്നും പറയാനാവാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ശാലിനി അങ്ങ് കത്തി കയറുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ ഉണ്ടായ അപമാനത്തിലും ഒക്കെ ശാലിനിക്ക് ആകെ അങ്ങ് വിഷമാവുകയാണ്. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡോടുകൂടി എന്തായാലും പപ്പിമോളെ കണ്ടെത്തുക തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇനി വീട്ടിലേക്ക് പോകുന്ന സത്യഭാമയാണെങ്കിൽ കല്യാണം നടത്താമെന്നുള്ള ആ ഒരു തീരുമാനത്തിൽ തന്നെ എത്തിച്ചേരുക ചെയ്യും. ബാക്കിയെല്ലാ ഒരുക്കങ്ങളും ഒക്കെ ചെയ്യും. പക്ഷേ അപ്പോഴത്തേക്ക് ഇവിടെ ശാലിനിക്ക് ഹർഷനെ കണ്ടെത്താനുള്ള വഴി തെളിയുകയാണ് ചെയ്യുന്നത്. അതൊക്കെയാണ് ഇനി അടുത്ത എപ്പിസോഡിൽ വരുന്നത്. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക്